ന്യൂസ് ബ്രേക്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് 2026 ജനുവരി 22 മകരം 8 വ്യാഴാഴ്ച. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ പ്രധാന വാർത്തകളിലേക്ക് കടക്കും. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി, തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ഉണ്ടാവും. ആദ്യം ഉമേഷിലേക്ക് തന്നെയാണ്, തിരുവനന്തപുരത്തേക്കാണ്. ഉമേഷ്, ഒരുപാട് വാർത്തകൾ ഇന്ന് തിരുവനന്തപുരം മേഖലയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്ന് നിർണായകമായ ദിവസമാണ്. തന്ത്രി SIT കസ്റ്റഡിയിൽ വാങ്ങുന്നു. ഒപ്പം മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കുമോ, വിജിലൻസ് കോടതി ജാമ്യം നൽകുമോ എന്ന സ്വാഭാവിക ജാമ്യത്തിനുള്ള സാധ്യത നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ള ആകാംക്ഷ. ഒപ്പം തിരുവനന്തപുരം ഒരു പൊളിറ്റിക്കൽ ഹോട്ട്സ്പോട്ടായി മാറുന്നു. NDAയുടെ സീറ്റ് വിഭജന ചർച്ച. നാളെ പ്രധാനമന്ത്രി എത്തുന്നു. പ്രധാന വാർത്തകൾ കൊണ്ട് നിറയുകയാണ് തലസ്ഥാന നഗരവും ഒപ്പം തെക്കൻ ജില്ലകളും. എന്തായാലും ഇന്ന് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. 90 ദിവസം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ, അതായത് അറസ്റ്റ് ചെയ്ത് 90 ദിവസം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ, കുറ്റപത്രം സമർപ്പിക്കാത്ത ഘട്ടത്തിൽ ജാമ്യം നൽകണം എന്നുള്ള ആവശ്യമാണ് കോടതിയിൽ മുന്നോട്ട് വയ്ക്കുക. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സമാനമായി ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. മറ്റൊരു കേസിൽ അറസ്റ്റ് നടന്നതുകൊണ്ട് തന്നെ ജയിലിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. സമാനമായി മുരാരി ബാബുവിന് ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് അന്വേഷണ സംഘത്തിന്, പ്രത്യേകിച്ച് SITക്ക് വലിയ തിരിച്ചടിയാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ, അതായത് തന്ത്രിയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഒരു ദിവസം കസ്റ്റഡിയാണ് SIT ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലെന്ത് തീരുമാനമെടുക്കുമെന്നും അറിയാൻ കഴിയും. അതേസമയം നേരത്തെ അറസ്റ്റ് ചെയ്ത N വാസു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായ N വാസു ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി അതിലും എന്ത് തീരുമാനമെടുക്കുന്നതും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. അതേസമയം മറ്റൊരു രാഷ്ട്രീയമായ നീക്കം NDA അവരുടെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. NDA അവരുടെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച ഇന്ന് രാവിലെ നടക്കും. 40 സീറ്റാണ് BDJS ആവശ്യപ്പെടുന്നത്. അതുകൂടാതെ മറ്റ് ഘടകകക്ഷികൾ, കാമരാജ് കോൺഗ്രസ് അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളും വിവിധ ഘട്ടത്തിൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഓരോരുത്തർക്കും എത്ര സീറ്റ് വീതം നൽകുമെന്നുള്ളത് ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം അറിയാൻ കഴിയും. അതേസമയം ഇന്ന് നിയമസഭാ നടപടിക്രമങ്ങൾ അത് സാധാരണ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രധാനമായി ഇന്നത്തെ നടപടി ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയമാണ്. നന്ദിപ്രമേയം അവതരിപ്പിക്കുകയും അതിനുശേഷം അതിന്മേലുള്ള ചർച്ചയും നടക്കും. ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഒരു വിഷയവും സഭയിൽ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ഇതുവരെ അറിയാൻ കഴിയുന്നത്. പക്ഷേ രാഷ്ട്രീയമായ വാക്പോര് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം വാമനപുരം MLA DK മുരളി രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതും ഇന്ന് സഭാ നടപടികളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. നാളെയാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരുന്നത്. പ്രധാനമന്ത്രി രാവിലെ 10 മണിയോടുകൂടി തലസ്ഥാനത്തെത്തും. തലസ്ഥാനത്ത് ആദ്യ പരിപാടി റെയിൽവേയുടെ 4 ട്രെയിനുകളടക്കം ഉള്ള റെയിൽവേയുടെ പദ്ധതിയാണ്. അത് ഔദ്യോഗിക പരിപാടിയാണ്. ഔദ്യോഗിക പരിപാടിയും പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെയാണ്. അതിനുശേഷം അടുത്ത് BJPയുടെ പൊതുയോഗമാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത്. കാരണം രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഒപ്പം ആദ്യമായി ഒരു തലസ്ഥാന നഗരം കോർപ്പറേഷൻ BJP പിടിച്ചതിന് ശേഷമുള്ള ആദ്യമായി പ്രധാനമന്ത്രി വരുന്നതാണ്. BJP രാഷ്ട്രീയത്തെ നേരിടുമ്പോൾ തന്നെ, അതായത് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് എത്തിക്കും. 45 ദിവസത്തിനകം കേരളത്തിലെത്തി ഈ കോർപ്പറേഷന്റെ വികസന ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അത് ഇപ്പോൾ സത്യപ്രതിജ്ഞ 27ാം ദിവസമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി എത്താൻ പോകുന്നത്. വലിയ ആവശ്യത്തിലാണ് BJP പ്രവർത്തകർ. സ്വാഭാവികമായി എന്തായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന പദ്ധതികൾ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ തുടർ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും, അതിൽ കേന്ദ്രത്തിന്റെ സഹായം എങ്ങനെയാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ നാളെ അറിയാൻ കഴിയും. അതും വലിയ പ്രതീക്ഷ നൽകുന്നത്, അല്ലെങ്കിൽ BJP പ്രവർത്തകർക്കിടയിൽ വലിയ ആവശ്യം നൽകുന്ന കാര്യമാണ്. ഗോകുൽ. ശരി ഉമേഷ്, ഏതായാലും ഒരുപാട് വാർത്തകൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം KGM-CTA മെഡിക്കൽ അധ്യാപകർ ഇന്ന് മുതൽ അധ്യാപനം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുകയാണ്. തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടേക്ക് അനിശ്ചിതകാല സമരത്തിന്റെ പല ഘട്ടങ്ങൾ അവരിപ്പോൾ തന്നെ KGM-CTA പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും നിയമസഭയിൽ നിന്ന് ആകാംക്ഷ കേന്ദ്രമാണ്. അവിടെ ഇന്ന് രാഷ്ട്രീയ ചർച്ചകൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുമെന്നത് ഉറപ്പുമാണ്. നമ്മൾ അടുത്ത കൊച്ചിയിലേക്കാണ് പോകുന്നത്. ആൻമരിയാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ആൻമരിയ. നടി ആക്രമിക്കപ്പെട്ട കേസ്, ആ കേസിന്റെ ശിക്ഷാവിധിക്ക് ശേഷവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഹർജികളൊക്കെ പരിഗണിക്കുകയാണ്. ഇന്ന് കോടതിയലക്ഷ്യ ഹർജികൾ, പ്രതിയായിരുന്ന നടൻ ദിലീപ് നൽകിയ ഹർജികളാണല്ലോ കോടതി പരിഗണിക്കാൻ പോകുന്നത്.
ഗോകുൽ, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കേസിൽ വിധി വന്നതിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഘട്ടങ്ങളിൽ നടൻ ദിലീപ് നൽകിയിരിക്കുന്ന കോടതിയലക്ഷ്യ ഹർജികളാണ് ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചു വരുന്നത്. കഴിഞ്ഞ 2 തവണ പരിഗണിക്കുമ്പോഴും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അത് പല ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് അതായത് 4ഓളം പേർക്കെതിരെയാണ് നടൻ ദിലീപ് കോടതിയലക്ഷ്യ ഹർജി നൽകിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടിരുന്ന ബൈജു പൗലോസ്, അതോടൊപ്പം തന്നെ ചില മാധ്യമപ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവർക്കെതിരെയാണ് ഈ ദിലീപ് കോടതിയലക്ഷ്യ ഹർജി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, അതായത് അടച്ചിട്ട മുറിയിൽ നടന്നിരുന്ന വാദം പുറത്തേക്ക് പോയി, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ തുടർ നടപടികൾ നടക്കാനിരിക്കെ ഒരു ചാനൽ ഇന്റർവ്യൂ നൽകുന്നു തുടങ്ങിയ അടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഒരു വാദം നടന്നിട്ടില്ല. അതിനുശേഷമായിരിക്കും ആ കേസ് നിലനിൽക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. ഈ രീതിയിൽ തന്നെയാണ് ഇന്ന് തുടർ നടപടികൾ നടക്കുന്നത്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത്, അതായത് കഴിഞ്ഞ 12-ാം തീയതി കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് അതിജീവതയുടെ അഭിഭാഷകയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും അഭിഭാഷക കോടതിയിൽ എത്താറില്ല, അഥവാ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഉറങ്ങാറാണ് പതിവ്. 10 തവണ മാത്രമാണ് അതിജീവിത കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് തുടങ്ങി രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ അഭിഭാഷക ഇതുമായി ബന്ധപ്പെട്ട കേസുമായിട്ടും അല്ലെങ്കിൽ കോടതിയലക്ഷ്യ ഹർജിയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇന്ന് ഈ അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ എത്താനുള്ള ഒരു സാഹചര്യവുമുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വാദം, അതിന്റെ തുടർവാദങ്ങൾ ഉണ്ടാവും. ഇതിനുശേഷമായിരിക്കും ഈ 4ഓളം കേസുകളിൽ ഏതൊക്കെ കേസുകൾ നിലനിൽക്കും എന്നൊരു കാര്യത്തിൽ എന്തായാലും ഒരു വ്യക്തതയുണ്ടാവുകയുള്ളൂ. എന്തായാലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റവിമുക്തനായിട്ടുള്ള നടൻ ദിലീപ് നൽകിയിരിക്കുന്ന കോടതിയലക്ഷ്യ ഹർജികൾ ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഗോകുൽ, ശരി, ആൻമരിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയുമാണ് വാർത്തകൾ ചോർത്തി നൽകി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതി ആയിരുന്ന കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് ഹർജിയിൽ ഉന്നയിക്കുന്ന. ആ ഹർജികളാണ് ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുക. ഇനി കോഴിക്കോടേക്കാണ്. അജി കുഞ്ഞുമോൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് അജി. ലൈംഗികാതിക്രമം നടന്നു ബസ്സിൽ വെച്ച് എന്നാരോപിച്ചുള്ള ആ വീഡിയോയെ തുടർന്ന് ദീപകിന്റെ ആത്മഹത്യ. ഇന്നലെ ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, റിമാൻഡ് ചെയ്ത് മഞ്ചേരിയിലെ കോടതിയിലേക്ക് കൊണ്ടുവന്നു. ഇന്നൊരു പക്ഷേ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും വരാൻ സാധ്യത അല്ലേ? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ. അതെ, ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിംജിതയെ ഇന്നലെയാണ് വടകര താലൂക്ക് വടകരയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം, മെഡിക്കൽ കോളേജ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. അവിടെ നിന്നും ഈ കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധന പൂർത്തിയാക്കി നേരെ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ മഞ്ചേരി വനിതാ ജയിലിലാണ് ഷിംജിതയുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഒരു അന്വേഷണം ഏത് തലത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി വിലയിരുത്തേണ്ടത്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുക. ഇന്നലെ തന്നെ കോടതിയിലെത്തി ഷിംജിതയുടെ അഭിഭാഷകൻ ഇന്നോ അല്ലെങ്കിൽ നാളെയോ റിമാൻഡ് റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ജാമ്യ ഹർജി സമർപ്പിക്കാനുള്ള നീക്കങ്ങളായിരിക്കും ഷിംജിതയുടെ അഭിഭാഷകൻ നിൽക്കുക. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഈ ജാമ്യ ഹർജി നൽകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കേസിൽ വലിയ തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഷിംജിതയെ ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത് പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിൽ അല്ലായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനത്തിലായിരുന്നു. അതിൽ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം പ്രതി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ്, പൊതുസമൂഹത്തിലടക്കം വലിയ തരത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കണം. പ്രതിയുടെ സ്വകാര്യതകൾ മാനിച്ചുകൊണ്ടാണ് അത്തരത്തിൽ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിരുന്നു. അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കൊക്കെ വഴിവെച്ചൊരു സംഭവമായിരുന്നു. പിന്നീട് വടകരയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഈ പ്രതിയായ ഷിംജിതയെ എത്തിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഷിംജിതയുടെ അഭിഭാഷകൻ ജാമ്യ ഹർജി സമർപ്പിക്കാനുള്ള ഒരു നീക്കം ഇന്ന് നടത്തുമ്പോൾ പോലീസ് അതിനു മുൻപ് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു പക്ഷേ പോലീസും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ഒരു പ്രധാനമായ വിഷയമെന്ന് പറയുന്നത് ഈ ഫോണിൽ കൃത്രിമമായി, അതായത് വീഡിയോ എഡിറ്റ് ചെയ്തു ചേർക്കപ്പെട്ടു. ദീപക്കുമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ എഡിറ്റ് ചെയ്തു അല്ലെങ്കിൽ അത് കൃത്രിമം കാണിച്ചു എന്ന തരത്തിലുള്ള
ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ കൃത്യമായി തന്നെ അതിൽ ശാസ്ത്രീയ പരിശോധനകളടക്കം പോലീസിന് നടത്തേണ്ടതുണ്ട്. അതനുസരിച്ചുള്ള നീക്കങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ ഐടി ആക്ട് അടക്കമുള്ള കുറ്റങ്ങളും ഷിംജിതയ്ക്ക് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മലബാർ മേഖലയിൽ നിന്നുള്ളത് കണ്ണൂർ തയ്യിൽ പിഞ്ചു കുഞ്ഞിനെ കടൽ എറിഞ്ഞു കൊന്ന കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. അത് തലശ്ശേരി സെഷൻസ് കോടതി തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ ഇന്ന് വിധി പറയുക. കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയാണ് എന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. അത് കേരള മനസാക്ഷി തന്നെ ഞെട്ടിച്ച ഒരു കേസായിരുന്നു. അമ്മ കുറ്റക്കാരിയാണ് എന്നും കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധി ഇന്നാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടാവുക. ഗൂഗിൾ ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കേസ് അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള പുരോഗതി സംബന്ധിച്ച കേസ് ഡയറി പോലീസ് സംഘം ഇന്നലെ പ്രോസിക്യൂട്ടർക്ക് കൈമാറിയിരുന്നു. ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ വാദം നടക്കുക. ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കും. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും അന്വേഷണം പാതി വഴിയിലാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. കൊല്ലം പത്തനാപുരത്ത് പോലീസ് വാഹനം ഇടിച്ച് തകർത്ത ശേഷം കടന്നു കളഞ്ഞ സജീവിനെ സാഹസികമായി പിടികൂടി പോലീസ്. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഫസ്റ്റ് ഓൺ 24 ആ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. ഇതാണ് ആ മാസ് കാണിച്ച സജീവ്. കഴിഞ്ഞ ദിവസമാണ് പോലീസ് വാഹനത്തിലേക്ക് ജീപ്പ് ഇടിച്ചു കയറ്റി പിന്നോട്ടെടുത്ത് വീണ്ടും ഇടിച്ചു കയറ്റി അവിടെ നിന്ന് കടന്നു കളഞ്ഞ. ഏതായാലും സജീവിനെ വലിയ ഗുണ്ടാ നേതാവെന്നാണ് അന്നറിയപ്പെട്ടത്. പോലീസിലടക്കം ഇയാൾക്ക് ബന്ധമുണ്ട്. പോലീസുകാർക്ക് പോലും ഇയാളെ തൊടാൻ ഭയമാണെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ സജീവിനെ പിടികൂടിയാണ്. ഫാൻസി ഡ്രസ്സൊക്കെ നടത്തിയെങ്കിൽ പോലും സജീവ് പിടിയിലായിരിക്കുന്നു അല്ലേ അരുൺരാജ്? ഗൂഗിൾ തീർച്ചയായും ഈ സജീവ് വലിയ നാട്ടിൽ പത്തനാപുരത്ത് ഈ വലിയ പേടിയും വലിയ ഭീതിയും സൃഷ്ടിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത്. പോലീസ് വാഹനത്തിൽ നിരവധി തവണ തന്റെ വാഹനം ഉപയോഗിച്ച് ഇടിച്ചു തകർന്ന ദൃശ്യമടക്കം പുറത്തു വന്നതാണ്. ഇതിന് പിന്നാലെ ഈ സജീവിനെ തേടിയുള്ള പത്തനാപുരം പോലീസിന്റെ യാത്ര ഒടുവിൽ ഫലം കണ്ടിരിക്കുകയാണ്. കേരള പോലീസിന് എന്നും ശ്രമിച്ചാൽ നടക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. തമിഴ്നാട് തെങ്കാശിയിൽ നിന്നാണ് സജീവിനെ പിടികൂടിയത്. ഈ അക്രമം ഉണ്ടാക്കിയ ശേഷം ഇവിടെ നിന്ന് ഈ താടിയും മുടിയും എല്ലാം വടിച്ച് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞ സജീവ് പിന്നീട് ഈ തെങ്കാശിയിലുള്ള ഒരു ഉൾഗ്രാമത്തിലേക്ക് വലിയുകയായിരുന്നു. ഫോൺ പോലും ഈ പ്രതി ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒടുവിൽ പോലീസ് സാഹസികമായി ഇതുമായി ബന്ധപ്പെട്ട് അവസാനം ട്രേസ് ചെയ്ത നമ്പറുകൾ, ഈ സജീവ് പോകാനിടയുള്ള സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇന്ന് പുലർച്ചെ 3:30 ഈ തെങ്കാശിയിൽ നിന്ന് സജീവിനെ ഇപ്പോൾ പിടികൂടുന്നത്. ഒരു വീട്ടിൽ ഉള്ളിലായിരുന്നു സജീവ് താമസിച്ചിരുന്നത്. ഈ കിടക്കുന്ന കട്ടിലിനടിയിൽ കത്തിയടക്കം സൂക്ഷിച്ചിരുന്നു. പക്ഷേ പോലീസ് വളരെ പെട്ടെന്ന് വീട്ടിനുള്ളിലേക്ക് കയറി സജീവിനെ കീഴ്പ്പെടുത്തുകയായിരുന്നു. അവിടെ വെച്ചും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ സജീവിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പത്തനാപുരം CI ബിജുവും ഷാനവാസും ചേർന്നാണ്, CI ബിജു, SI ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂറായി സജീവിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയത്. ഈ 24 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ സജീവ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. നാട്ടുകാരെ പേടിപ്പെടുത്തിയ, പോലീസ് വാഹനം ഇടിച്ചു തകർത്ത, ഒരു പോലീസുകാരനെ പരിക്കേൽപ്പിച്ച് കടന്നു കളഞ്ഞ പ്രതി ഒടുവിൽ പിടിയിലായിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ്. നേരത്തെ ഒരു മണ്ണ് മാഫിയ തലവനാണ് ഈ സജീവ്. ഈ മണ്ണ് പിടിക്കാൻ പോയ പോലീസ് വാഹനത്തിന് മുകളിലേക്ക് ടിപ്പറിലുണ്ടായിരുന്ന മണ്ണ് മുഴുവൻ തട്ടിയിട്ട ശേഷം കടന്നു കളഞ്ഞ കേസിൽ കൂടി പ്രതിയാണ് സജീവ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ നിരവധി കേസുകളിൽ ഈ സജീവ് പ്രതിയാണ്. പത്തനാപുരത്ത് ഒരു വലിയ ഭീതി അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സപ്താഹ നടക്കുന്ന സ്ഥലത്ത് അന്നദാന മണ്ഡപത്തിലേക്ക് പട്ടിയുമായി കയറി ചെന്ന് ആ നായയെ അവിടെ നിന്ന് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ഒടുവിൽ പോലീസ് എത്തിയ ശേഷം മടങ്ങിപ്പോയി പിന്നീട് പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത പ്രതി ഒടുവിൽ സജീവിനെ തമിഴ്നാട് തെങ്കാശിയിൽ നിന്ന് പോലീസ് പിടികൂടിക്കൊണ്ട് വന്നിരിക്കുന്നു. അല്പസമയത്തിനകം പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും സജീവിനെ പിടികൂടിയെന്ന കാര്യം ഇപ്പോൾ പോലീസിൽ നിന്ന് ഔദ്യോഗികമായി നമ്മൾ അറിയിക്കുന്നുണ്ട്. ഈ പോലീസ് ഇപ്പോൾ സജീവിനെ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ്. സജീവിനെ ഏതെങ്കിലും തരത്തിൽ മറ്റ് സഹായങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിലും വിശദമായ വിവരം ലഭിക്കും. ലഹരിക്കടിമയാണ് സജീവ് എന്നുള്ള വിവരം കൂടി പോലീസ് നൽകുന്നുണ്ട്. ലഹരി കച്ചവടം അടക്കം ഈ സജീവിനുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും പത്തനാപുരം പോലീസിന് കൈയടിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു സല്യൂട്ട് നൽകാവുന്ന നിമിഷങ്ങളാണ്. കാരണം 24 മണിക്കൂറുള്ള പ്രതിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വരാൻ പോലീസിന് കഴിഞ്ഞു. ആദ്യഘട്ടത്തിലുണ്ടായ ഒരു നിസ്സംഗത ഒടുവിൽ ഊർജ്ജസ്വലമായി ഇടപെട്ടു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും മാധ്യമ വാർത്തകൾക്ക് പിന്നാലെയാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചത്. ഇപ്പോൾ ഒടുവിൽ സജീവ പിടിയിലായിരിക്കുന്നു. അരുൺരാജ്, ഈ നടന്നു വരുന്ന ദൃശ്യങ്ങളിൽ കുറച്ച് ക്ഷീണമുണ്ട് എന്ന് തോന്നുന്നു. കയ്യിൽ വിലങ്ങൊക്കെ അണിയിച്ചതിൻ്റെ ആണോ അതല്ല ഈ സാഹസവും അതിനുശേഷമുള്ള ഒളിവ് ജീവിതത്തിൻ്റെയോ?
പോലീസ് കസ്റ്റഡിയിലെടുത്തതിന്റെ ഭാഗമായുള്ളതോ വല്ലോ ആണോ? ഗൂഗിൾ ഈ അക്രമം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു ഇയാളുടെ പദ്ധതി. അവിടേക്ക് കടന്ന് ഒരു മാവ് തോട്ടമാണ്, മാവിൻ തോട്ടത്തിനുള്ളിൽ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ അത് കഴിഞ്ഞാൽ പിന്നീട് കാടാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അവിടെ കടന്നു നിന്ന് പോലീസ് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ, ഈ വാതിൽ തകർത്തകത്തേക്ക് കയറി പിടികൂടാൻ ശ്രമിച്ചപ്പോൾ തന്നെ പോലീസിന് നേരെ ഇയാൾ പാഞ്ഞെടുത്തു. പക്ഷേ പോലീസ് സംഘം അതിവിദഗ്ധമായി അയാളെ പിടികൂടുകയായിരുന്നു. ഒടുവിൽ ഹാൻഡ് വിലങ്ങ് വെച്ചതിന് ശേഷമാണ് ഇയാൾ ഒരു സ്വാഭാവികമായ അവസ്ഥയിലേക്ക് എത്തിയതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ അവസാന നിമിഷവും രക്ഷപ്പെടാൻ വേണ്ടി പ്രതി വളരെ ശ്രമകരമായ ദൗത്യം നടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാളുടെ എല്ലാ ശ്രമങ്ങളും വിഫലമായിരിക്കുന്നു. പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായതാണ് സജീവിനെ പിടികൂടിയത്. എന്തായാലും സജീവ് കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ തരംഗമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം പോലീസിനെ അങ്ങനെ പരസ്യമായി പോലീസ് വാഹനത്തിൽ ഇടിച്ച് തകർക്കുന്നു, അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അത്തരമൊരു ഗുണ്ടാ നേതാവ് അത് എങ്ങനെ കടന്നു? പോലീസിന് വലിയ വിമർശനമടക്കം ഏറ്റതാണ്. എന്തായാലും ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയായിട്ടാണ് ഇപ്പോൾ സജീവിനെ തമിഴ്നാട്ട് തെങ്കാശിയിൽ നിന്ന് പിടികൂടി പോലീസ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. കൃത്യമായി തങ്ങൾക്ക് പിടിക്കാൻ കഴിയും, ആ സംവിധാനം തങ്ങളുടെ പക്കലുണ്ട് എന്ന് കേരള പോലീസ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. എന്തായാലും സജീവിനെ അല്പസമയത്തിനകം പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെത്തിക്കും. ശരി, ഏതായാലും അങ്ങനെ പോലീസിന് നേരെ നാട്ടിലാകെ വലിയ മാസ് കാണിച്ച സജീവാണ് ഇങ്ങനെ കൈവിലങ്ങും വെച്ച് മന്ദം നടന്നു വരുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴെങ്കിലും ഉണർന്നുള്ള പ്രവർത്തനം ഉണ്ടായി. നാട്ടുകാർക്ക് സമാധാനമാണ്. വലിയ ഭീതി, സപ്താഹം നടന്ന സ്ഥലത്തൊക്കെ നായയുമായി ചെന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ഈ സജീവ്. മുൻകാല ചരിത്രം അത്രയും കൊള്ളരുതാത്ത നിരവധി പ്രവർത്തികളുണ്ട് ഈ സജീവിന്റെ ട്രാക്ക് റെക്കോർഡിൽ. അരുൺരാജാണ് ഏതായാലും ആ വിവരം, ആ ദൃശ്യങ്ങൾ, പിടികൂടിയ ദൃശ്യങ്ങളടക്കം ആദ്യം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഇനി കായിക വാർത്തകളിലേക്ക്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. രാവിലെ 9 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബാണ് എതിരാളികൾ. അസമിലാണ് മത്സരം. ഷെഫീഖ് ഹസൻ പരിശീലിപ്പിക്കുന്ന ടീമിന്റെ ക്യാപ്റ്റൻ ജി സഞ്ജുവാണ്. കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളായ കേരളം 8ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇത്തവണത്തെ സന്തോഷ് ട്രോഫിക്ക് എത്തിയിരിക്കുന്നത്. പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ ഷോപ്പിംഗ് ഉത്സവമായ ലെഗസി ഫെസ്റ്റിന് ഈ മാസം 24-ന് തുടക്കമാകും. 36ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ലെഗസി ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ മീരാൻ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ ഫെസ്റ്റ് ലോഗോയുടെ ഔദ്യോഗിക അനാച്ഛാദനം നിർവഹിച്ചു. പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് 60% വരെ ഡിസ്കൗണ്ട്, നോ കോസ്റ്റ് EMI, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവുമാണ് ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണങ്ങൾ. ഞങ്ങളുടെ സ്ഥാപനം ആദ്യമായി ആരംഭിച്ച ഞങ്ങളുടെ ഫൗണ്ടേഷൻ ഡേ ജനുവരി 30-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഷോപ്പിംഗ് ഉത്സവം. ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള പിട്ടാപ്പള്ളി ഏജൻസി പേരിട്ടിരിക്കുന്നത് ലെഗസി ഫെസ്റ്റിവൽ എന്നാണ്. ഈ ലെഗസി ഫെസ്റ്റ് ജനുവരി 24-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായിരിക്കും. ഈ ഫെസ്റ്റിൻ്റെ പ്രത്യേകത കസ്റ്റമേഴ്സിന് ഇതിനുമുമ്പ് ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾ ഈ സമയത്ത് നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങൾ വളർത്തിയ കസ്റ്റമർക്ക് എന്തെങ്കിലുമൊക്കെ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ അവരിപ്പോൾ വാങ്ങുന്ന ഈ സമയത്ത് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് കോസ്റ്റിന് അടുപ്പിച്ച് കൊടുക്കുക. ഈ ഓർമ്മ സൂക്ഷിക്കാൻ അടുത്തൊരു വർഷം വരെ സൂക്ഷിക്കത്തക്ക രീതിയിലുള്ള ഓഫറുകളാണ് ഞങ്ങൾ ഈ സമയത്ത് പോയിരുന്നത്. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുന്നു.